ഷുഗർ പെട്ടെന്ന് കുറയാനുള്ള ഏതാനും യോഗാസനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ധാരാളം ആളുകൾ കാണുകയുണ്ടായി. ഏകദേശം ഒരു 22,000 മേളിലെ ആൾക്കാർ കാണുകയുണ്ടായി. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു എബോവ് 90% ആൾക്കാർക്കും ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഷുഗർ ഉണ്ടെന്നുള്ളതാണ്. അല്ലാതെ തന്നെ നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മിക്ക ആൾക്കാർക്കും ഒരു 45-50 ആകുമ്പോഴത്തേക്ക് ഷുഗറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ജീവിതശൈലി രോഗമാണ്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളും ഒക്കെ നമ്മുടെ മാറിയ ജീവിത സാഹചര്യവും ഫുഡ് ഹാബിറ്റ്സും ഒക്കെ കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പം കഴിഞ്ഞ ആ വീഡിയോ കണ്ടിട്ട് പലരും ചോദിക്കുകയുണ്ടായി, കുറച്ചുകൂടി ലളിതമായ യോഗാസനങ്ങൾ അല്ലെങ്കിൽ എക്സസൈസുകളുണ്ടോ ഷുഗർ കുറയാൻ എന്ന്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമസ്കാരം, സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ സ്കൂൾ ഓഫ് യോഗ. ഞാൻ ലവ്ലി ഷാജി, യോഗ ട്രെയിനർ ആൻഡ് നാഷണൽ യോഗ റഫറി. അപ്പോൾ വളരെ ലളിതമായ ഏതാനും യോഗ എക്സസൈസുകളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് നിങ്ങൾ ഇതുപോലെ ഇരിക്കുക. നിങ്ങൾക്ക് ഏത് പൊസിഷനിൽ ഇരിക്കുന്നതാണോ കംഫോർട്ടബിൾ, ചമ്രം പടിഞ്ഞിരിക്കാം, സുഖാസനത്തിലിരിക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ അർത്ഥസിദ്ധാസനത്തിലിരിക്കാം. ഞാനിപ്പോൾ ഇരിക്കുന്നത് അർത്ഥസിദ്ധാസനത്തിലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വജ്രാസനത്തിലും ഒക്കെ ഇരിക്കാം. വജ്രാസനത്തിൽ ഇരിക്കുന്നത് തന്നെ ഷുഗർ കുറയാൻ വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. അത് ഞാൻ പല വീഡിയോസിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. വജ്രാസനം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ കൈ ഇങ്ങോട്ട് വെച്ചിട്ട് ഈ കൈ ബാക്കിൽ കുത്തുക. എന്നിട്ട് നമ്മളുടെ ബോഡി ട്വിസ്റ്റ് ചെയ്യിക്കുക. ഏതാനും സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം പൂർവ്വസ്ഥിതിയിൽ വരിക. എന്നിട്ട് ഇപ്പുറത്തെ ലെഫ്റ്റ് ഹാൻഡ് ഇപ്പുറത്തെ ഓപ്പോസിറ്റ് കാൽമുട്ടിൽ വയ്ക്കുക. എന്നിട്ട് മറ്റേ കൈ ബാക്കിൽ തറയിൽ മാറ്റിൽ കുത്തുക. എന്നിട്ട് ട്വിസ്റ്റ് ചെയ്യുക. ഏതാനും സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. നമ്മളുടെ ഈ ഇന്റേണൽ ഓർഗൻസ്, വയറിന്റെ അടിവയറ്, മേൽവയറ് ഒക്കെ, അവിടെയുള്ള ഇന്റേണൽ ഓർഗൻസിലൊക്കെ ഒന്ന് ഒരു പ്രഷർ വരാനും ഒരു കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ വരാനുമാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പാൻക്രിയാസ് ഒക്കെ നന്നായിട്ട് ഉത്തേജിച്ച് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂടി ഷുഗർ കുറയാൻ സഹായിക്കുന്നു. ഇത് അല്ലാതെ നമുക്ക് ഇങ്ങനെ പോയിട്ട് ട്വിസ്റ്റ് ചെയ്യാം. എന്തായാലും ഈ ഭാഗത്തൊരു ട്വിസ്റ്റിങ് വരണം. ഓക്കെ, ഇങ്ങനെ ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇത് തറയിൽ അല്ലെങ്കിൽ മാറ്റിൽ ഇരുന്നിട്ട് ചെയ്യാൻ പാടുള്ളവർ ചെയറിൽ ഇരുന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞാലും മതി, അങ്ങനെ തിരിഞ്ഞാലും മതി. ഓക്കെ, ഇനി കിടന്നുകൊണ്ടുള്ള ഒരു എക്സസൈസ് ആണ്. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് വജ്രാസനത്തിൽ ഇരിക്കുന്നത് അറിയാമായിരിക്കും, എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി കാൽ നീട്ടിയിരുന്നിട്ട് മുട്ടുകൾ മടക്കി ഇങ്ങനെ കാലിന്റെ വെള്ളയിലിരിക്കുക. ഇങ്ങനെ കാലിന്റെ വെള്ളയില് നമ്മൾ ഇങ്ങനെ ഇരിക്കും. ഇതാണ് വജ്രാസനം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടി നമ്മുടെ പാൻക്രിയാസിനെ ആക്ടിവേറ്റ് ചെയ്യും. പാൻക്രിയാസ് മാത്രമല്ല, ഇന്റേണൽ ഓർഗൻസ് എല്ലാം, ഈ ഭാഗത്തുള്ള ദഹനം, നമ്മുടെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യത്തിനും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് നല്ലതാണ്. വജ്രാസനം അല്ലെങ്കിൽ ഡയമണ്ട് പോസ് എന്ന് പറയും. ഇങ്ങനെ ഇരിക്കുക. ഇനി വജ്രാസനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ കൈമുഷ്ടി ഇങ്ങനെ മുഷ്ടി പിടിച്ചിട്ട് വയറിൽ, അടിവയറിൽ നമ്മുടെ പൂക്കളിന് ഇരുവശമായിട്ട് വെക്കുക. ദീർഘമായി ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴുക. ഏതാനും സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരിക. ഇങ്ങനെ ചെയ്യുന്നതും നമ്മളുടെ ഷുഗർ കുറയാൻ സഹായിക്കും. ഷുഗർ കുറയാൻ മീൻസ് ഷുഗർ കൺട്രോളിലാവാൻ സഹായിക്കും. ദീർഘമായി ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് താഴ്ന്ന് തല മാറ്റിൽ മുട്ടിക്കാൻ സാധിച്ചാൽ നല്ലത്.
അല്ലെങ്കിൽ ഇത്രയേ വരുന്നുള്ളെങ്കിൽ ഈ ഭാഗത്ത് നിർത്തുക. ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരിക. ഈ മുഷ്ടി ചുരുട്ടുമ്പം ആ മുഷ്ടിയുടെ ഒരു പ്രഷർ താഴുമ്പോൾ വയറിലേക്ക് നമുക്ക് ഒരു പ്രഷർ വരുന്നുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റിലാക്സ് ചെയ്യാം. ഇനി മൂന്നാമത്തെ എക്സസൈസ്, നമ്മൾ നേരെ നിവർന്ന് കിടക്കുക. ഞാനിപ്പോൾ ശരിക്കും ബെഡിലാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ തറയിൽ മാറ്റി വിരിച്ചിട്ട് ചെയ്യണം. ഞാൻ ചില പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ആയിപ്പോയതാണ്. ഓക്കെ, കിടക്കുക. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് ഇരുകാലുകളും 90 ഡിഗ്രി ഉയർത്തുക. നമ്മുടെ അടിവയറിൽ നല്ല പ്രഷർ വരുന്നത് ഫീൽ ചെയ്യുക. കാലിന്റെ വിരലൊക്കെ കൂർപ്പിച്ച് പിടിക്കുക. ഒരു നല്ല സ്ട്രെച്ചിങ് കിട്ടാൻ വേണ്ടിയാണ് കാലിന് 90 ഡിഗ്രി ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴ്ത്തിക്കൊണ്ടുവരിക. അപ്പം നമ്മുടെ വയറിന്റെ ഭാഗത്ത് അനുഭവപ്പെടുന്ന ആ പ്രഷറിലേക്ക് ശ്രദ്ധ കൊണ്ടുപോവുക. റിലാക്സ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ 2 കാലും കൂടെ ഉയർത്താൻ സാധിക്കാത്തവരെ ഓരോ കാലുകളായിട്ട് ഉയർത്തുക, ഹോൾഡ് ചെയ്യുന്നതിന് ശേഷം താഴ്ത്തുക, വീണ്ടും ഇങ്ങനെ ഹോൾഡ് ചെയ്യുക, താഴ്ത്തുക. ഈ ഒരു രീതിയിലും ചെയ്യാം. ഇതിന് നമ്മുടെ വയറിന് ഒരു പ്രഷർ വരുന്ന ഒരു മൂവ്മെന്റ് ആണ്. നമ്മുടെ കാലുകൾ ഒരു 45 ഡിഗ്രി മാത്രം ഉയർത്തുക. കിടന്നിട്ട് ശ്വാസം എടുക്കുക. ഒരു 45 ഡിഗ്രി ഉയർത്തുക, ഹോൾഡ് ചെയ്യുക, സാവധാനം താഴ്ത്തുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ വയറിൽ കൂടുതൽ പ്രഷർ വരുന്നത്. ഈ 2 എക്സസൈസുകളും നിങ്ങൾക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ, കാലുകൾ രണ്ടും 90 ഡിഗ്രി ഉയർത്തി മടക്കി നമ്മുടെ വയറിനോട് പ്രസ് ചെയ്ത് പിടിക്കുക. ഇരുകാലുകളും കൈവിരലുകൾ ഇങ്ങനെ കോർത്ത് പിടിച്ച് കാലുകൾ രണ്ടും നമ്മുടെ വയറിനോട് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് സാധിക്കുന്നവർ തലയൊന്ന് ഉയർത്തുക. ഇങ്ങനെ. അപ്പം നമ്മുടെ വയറിന്റെ ഭാഗത്തുള്ള പ്രഷർ നല്ലതായിട്ട് വർദ്ധിക്കുന്നുണ്ട്. ഒന്നുകൂടി തല ഉയർത്തുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക. ഇങ്ങനെ കാല് മടക്കി പിടിച്ച് വയറിനോട് ചേർക്കുക. എന്നിട്ട് നമ്മുടെ തല ഉയർത്തി കാലിന്റെ മുട്ടിൽ ടച്ച് ചെയ്യാവുന്ന ശ്രമിക്കുക. ഈ ഒരു രീതിയിൽ സാവധാനം കാലുയർത്തി വീണ്ടും പൂർവ്വസ്ഥിതിയിൽ റിലാക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ച എല്ലാ എക്സസൈസുകളും വളരെ സിമ്പിളാണ്. ഇത് നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യണം. 1-2 ദിവസം ചെയ്തിട്ട് കാര്യമില്ല. ഡെയിലി രാവിലെ ചെയ്യുക, അല്ലെങ്കിൽ ഈവനിങ് നമ്മൾ വയറ് കാലിയായിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യാതിരിക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. വജ്രാസനം മാത്രം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഉടനെ ചെയ്യാം. കാരണം അത് നമ്മുടെ ദഹന വ്യവസ്ഥയെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. അപ്പം നല്ല ദഹനത്തിന് അങ്ങനെ ഇരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.